ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേക്ക് കീഴിലുള്ള റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 4000-ൽ പരം ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിലുള്ള റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലാണ് കോൺസ്റ്റബിൾ, സബ് ഇൻസ്പെക്ടർ തസ്തികകളിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 15/4/2024 മുതലാണ്. 14/5/2024 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് 3577 ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 631 ഒഴിവുകളുമാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ടോട്ടൽ 4208 ഒഴിവുകൾ വന്നിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് 384 ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 68 ഒഴിവാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 452 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നുമുള്ള 10ാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഒരു ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്. ഇനി ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് 18 മുതൽ 28 വയസ്സ് വരെയും സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് 20 മുതൽ 28 വയസ്സ് വരെയുമാണ് ഏജ് ലിമിറ്റ് വരുന്നത്. SC/ST വിഭാഗക്കാർക്ക് 5ഉം OBC വിഭാഗക്കാർക്ക് 3ഉം PWD വിഭാഗക്കാർക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഫേസ് 1-ൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT ആണ് ഉണ്ടായിരിക്കുക. ഫേസ് 2-ൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റാണ് വരുന്നത്. ഫേസ് 3-ൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ് ഉണ്ടായിരിക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBTൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 120 മാർക്കിൻ്റെ 120 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. സബ്ജക്റ്റ് വരുന്നത് അരിത്തമെറ്റിക് 35 മാർക്കിൻ്റെ 35 ക്വസ്റ്റ്യൻ, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് 35 മാർക്കിൻ്റെ 35 ക്വസ്റ്റ്യൻ, ജനറൽ അവയർനെസ് 50 മാർക്കിൻ്റെ 50 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇങ്ങനെയാണ് 120 മാർക്കിൻ്റെ 120 ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ജനറൽ OBC വിഭാഗക്കാർക്ക് ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റ്സിന് 165 സെൻറ്റിമീറ്ററും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 157 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. ചെസ്റ്റിൻ്റെ അളവ് 80 to 85 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. SC/ST വിഭാഗക്കാർക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് 160 സെൻറ്റിമീറ്ററും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 152 സെൻറ്റിമീറ്ററും ചെസ്റ്റിൻ്റെ അളവ് 76.2 to 81.2 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. അതർ കാറ്റഗറിക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് 163ഉം ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 155ഉം ചെസ്റ്റ് 80 to 85 വേണ്ടത്. അടുത്തത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് വരുന്നത്. സബ് ഇൻസ്പെക്ടർ മെയിൽ കാൻഡിഡേറ്റ്സിന് 1600 മീറ്റർ റണ്ണിംഗ് 6 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ പൂർത്തിയായിരിക്കണം. ലോങ് ജമ്പ് 12 ഫീറ്റും ഹൈ ജമ്പ് 3.9 ഫീറ്റുമാണ് വേണ്ടത്. സബ് ഇൻസ്പെക്ടർ ഫീമെയിൽ തസ്തികയിലേക്ക് 800 മീറ്റർ റണ്ണിംഗ് 4 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ലോങ് ജമ്പ് 9 ഫീറ്റും ഹൈ ജമ്പ് 3 ഫീറ്റുമാണ് വേണ്ടത്. കോൺസ്റ്റബിൾ മെയിൽ കാൻഡിഡേറ്റ്സിന് 1600 മീറ്റർ റണ്ണിംഗ് 5 മിനിറ്റ് 45 സെക്കൻഡിനുള്ളിൽ പൂർത്തിയായിരിക്കണം. ലോങ് ജമ്പ് 14 ഫീറ്റും ഹൈ ജമ്പ് 4 ഫീറ്റുമാണ് വേണ്ടത്. കോൺസ്റ്റബിൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 800 മീറ്റർ റണ്ണിംഗ് 3 മിനിറ്റ് 40 സെക്കൻഡിനുള്ളിൽ പൂർത്തിയായിരിക്കണം. ലോങ് ജമ്പ് 9 ഫീറ്റും ഹൈ ജമ്പ് 3 ഫീറ്റുമാണ് വേണ്ടത്. ഇതിൻ്റെ സാലറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് 21,700ഉം സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് 35,400 രൂപയുമാണ് സാലറി ലഭിക്കുക. കൂടാതെ മറ്റെല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. ജനറൽ OBC EWS വിഭാഗക്കാർക്ക് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. SC/ST PWD വിഭാഗക്കാർക്ക് 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുക. ഓൺലൈനായിട്ടാണ് ഫീ അടയ്ക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യുവാൻ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.